ചരിത്രമാണ്. മകന് വേണ്ടി ജോസഫ് സാർ വഴി മാറുകയാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് 10 വട്ടം നിയമസഭയിൽ. അതൊരു ചരിത്രമാണ്. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ, തൊടുപുഴക്കാരുടെ സ്വന്തം PJ. ജോസഫ്, തൊടുപുഴക്കാരുടെ സ്വന്തം ഔസേപ്പച്ചൻ. PJ ജോസഫിന് തൊടുപുഴയാണോ അതോ തൊടുപുഴക്കാരുടെ PJ ആണോ? അതിനുള്ള ഉത്തരം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയ ആ 10 വട്ടം പറയും. ഇടതിൽ നിന്നും വലതിൽ നിന്നും മന്ത്രിയായ ഒരേയൊരു ജോസഫ് സാർ. 1970-ൽ MLA ആയത് മുതലുള്ള ആത്മബന്ധമാണ്. വിള്ളൽ വീണിട്ടില്ല ഇന്നും. 1978-ൽ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി എന്ന ചരിത്രമെഴുതി. വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, എക്സൈസ്, റവന്യൂ, ജലവിഭവം, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തു. പിളർന്ന് കേരള കോൺഗ്രസ് വളർന്നപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസായി PJ ജോസഫ് മാറി. KM മാണിയുടെ മരണശേഷം ജോസും കൂട്ടരും ഇടതിൽ പോയപ്പോൾ കൈവിടാതെ നിന്നു PJ. രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ഈ വരുന്ന ജൂണിൽ 85 വയസ്സാകും. പക്ഷേ ചുറുചുറുക്കിന് ഇന്നും ഒട്ടും കുറവില്ല. എന്നാലും വഴി മാറുകയാണ് മകന് വേണ്ടി. രാഷ്ട്രീയമാണ് കർമ്മമണ്ഡലമെങ്കിലും കൃഷിയും സംഗീതവും ജീവിതമാണ്. നേരം പുലരും മുന്നേ PJ എണീക്കും. പത്രവായന, പിന്നെ നേരെ തൊഴുത്തിലേക്ക്. പഴയ പാട്ടുകളുടെ അകമ്പടിയിൽ. പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. പേരിനൊരു കർഷകനല്ല PJ. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം പാൽ വിൽക്കുന്ന ക്ഷീര കർഷകനാണ് PJ ജോസഫ്. ഇവിടെ കരീന കപൂറിന്റെ പേര് വന്നിരിക്കുന്നത്. തലമുറ മാറ്റമാണെങ്കിലും രാവും പകലും അടയ്ക്കാത്ത തൊടുപുഴ പുറപ്പുഴ വീടിന്റെ ഉമ്മറത്ത് ജനങ്ങളുടെ പ്രശ്നം കേൾക്കാനും അതിന് പരിഹാരം കാണാനും ജോസഫ് സാർ ഉണ്ടാകും. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.